എറണാകുളം മാഞ്ഞാലിയിൽ പരിശോധനയിൽ പിടിച്ചെടുത്ത തോക്കിന്റെ ഉറവിടം തേടുകയാണ് പോലീസ്. തോക്കുകൾ നൽകിയത് ഗുണ്ടാത്തലവൻ പെരുമ്പാവൂർ അനസാണെന്നും 3 വർഷമായി തോക്കുകൾ കൈവശമുണ്ടെന്നും റിയാസിന്റെ മൊഴിയുണ്ട്. തോക്കുകൾ ഉപയോഗിച്ചതാണോ എന്നറിയാൻ ഫോറൻസിക് പരിശോധന നടത്തും. റിയാസിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. നിതിൻ സേവ്യർ ഉണ്ട് വിവരങ്ങൾ നൽകാനായി. നിതിൻ, ഇന്ന് കേസുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികളിലേക്ക് പോലീസ് കടക്കുകയാണ്. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നൽകാനുള്ളത്? ജിൽസി, കഴിഞ്ഞ ദിവസം എറണാകുളം റേഞ്ച് DIG പുട്ട വിമലാദിത്യയ്ക്ക് ലഭിച്ച പ്രത്യേക വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആലുവ റൂറൽ SP നേതൃത്വത്തിലുള്ള സംഘം ഈ റിയാസിന്റെ വീട്ടിൽ പരിശോധന നടത്തുന്നത്. ഈ വൈഭവ് സക്സേനയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ പരിശോധനയിലാണ് 4 തോക്കുകളും 9 ലക്ഷം രൂപയും വെടിയുണ്ടകളടക്കമുള്ളവ പിടിച്ചെടുത്തത്. കഴിഞ്ഞ ദിവസം ഇയാളെ വീട്ടിൽ വെച്ച് തന്നെ 4 മണിക്കൂറിലധികം ചോദ്യം ചെയ്തിരുന്നു. ഈ ചോദ്യം ചെയ്യലിലാണ് ഈ നിർണായകമായ മൊഴികൾ പോലീസിന് റിയാസ് നൽകിയിട്ടുള്ളത്. കുപ്രസിദ്ധ ഗുണ്ടാത്തലവനായുള്ള അനസ് പെരുമ്പാവൂരാണ് തനിക്ക് ഈ തോക്കുകൾ നൽകിയത് എന്നാണ് റിയാസിന്റെ മൊഴിയിലുള്ളത്. നേരത്തെ തന്നെ ഇയാൾ അനസ് പെരുമ്പാവൂരിന്റെ കൂട്ടത്തിൽപ്പെട്ട അല്ലെങ്കിൽ കൂട്ടാളിയാണ് എന്ന കാര്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഈ അനസ് പെരുമ്പാവൂരാണ് തനിക്ക് തോക്കുകൾ നൽകിയതെന്ന നിർണായക മൊഴി അത് പോലീസിന് നൽകിയിട്ടുണ്ട്. അപ്പോൾ തന്നെ ഈ പണത്തിന്റെ ഉറവിടം കാണിക്കാൻ 9 ലക്ഷം രൂപയുടെ ഉറവിടം കാണിക്കാൻ കഴിഞ്ഞ ദിവസം റിയാസിനായിട്ടില്ല. ആലുവയിൽ താൻ സ്റ്റാൾ നടത്തിയിരുന്നെന്നും ആ സ്റ്റാളിൽ നിന്ന് ലഭിച്ച പണമാണ് ഈ 9 ലക്ഷം രൂപ എന്നാണ് റിയാസ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇത് വ്യക്തമായി വിശ്വസിക്കാൻ പോലീസ് തുനിയുന്നില്ല. കാരണം കൃത്യമായി ക്രിമിനൽ പശ്ചാത്തലമുള്ള 7ലധികം ക്രിമിനൽ കേസുകൾ, കൊലപാതകം ഉൾപ്പെടെ 7 ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുള്ള ആളാണ് റിയാസ്. അതുകൊണ്ട് തന്നെ ഈ പണത്തിന്റെ ഉറവിടം അത് കൊട്ടേഷൻ മാർഗങ്ങളിലൂടെ ലഭിച്ചതാണോ നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഈ തോക്കുകൾ ഉപയോഗിച്ചതാണോ എന്നറിയാൻ ഫോറൻസിക് പരിശോധന നടത്താനാണ് പോലീസിന്റെ നിലവിലെ നീക്കം. ഒപ്പം തന്നെ ഈ തോക്ക് എവിടെ നിന്ന് ലഭിച്ചു, 3 വർഷമായി തോക്ക് കയ്യിലുണ്ടെന്നാണ് റിയാസ് പറയുന്നത്. അപ്പോൾ ഈ തോക്കുകൾ ഉപയോഗിച്ചതാണോ, എന്തെങ്കിലും ക്രിമിനൽ പ്രവർത്തനങ്ങൾക്കായി ആസൂത്രണം ചെയ്യാനാണോ ഈ തോക്കുകൾ വീട്ടിലേക്ക് എത്തിച്ചത് നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇന്ന് രാവിലെ 12 മണിയോടെ റിയാസിനെ ആലുവയിലെ കോടതിയിൽ ഹാജരാക്കും. വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാൻ തന്നെയാണ് പോലീസ് നീങ്ങുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ഈ അനസ് പെരുമ്പാവൂരിന്റെ കൂട്ടാളികളുടെ, കേരളത്തിലും പുറത്തുമായി അനസ് പെരുമ്പാവൂരിന്റെ കൂട്ടാളികളുടെ വീടുകളിലും സങ്കേതങ്ങളിലും വലിയ തോതിലുള്ള സെർച്ച് അല്ലെങ്കിൽ പരിശോധന പോലീസ് നടത്തിയിരുന്നു. വിവിധ തരത്തിലുള്ള ആയുധങ്ങളടക്കം പണമടക്കം പോലീസ് പിടിച്ചെടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ വ്യക്തമായ അന്വേഷണത്തിൽ നീങ്ങാൻ തന്നെയാണ് പോലീസിന്റെ നീക്കം. ജിൽസി, തീർച്ചയായും മാഞ്ഞാലിയിൽ നിന്ന് തോക്ക് പിടിച്ചെടുത്തതുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് പോലീസ് കടക്കുന്നെന്നുള്ള വിവരങ്ങളാണ് നിതിൻ സേവ്യർ നൽകിയത്.